തുടരുന്നു. കൊച്ചിയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ അടിപിടിയിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കൊച്ചി ഏരൂർ സ്വദേശി സനലാണ് മരിച്ചത്. സുഹൃത്ത് അശോകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആക്രമിച്ച സുഹൃത്തുക്കളിൽ ഒരാൾക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, സുഹൃത്തുക്കൾ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചപ്പോൾ ഉണ്ടായ ചെറിയൊരു വാക്കുതർക്കമാണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തിൽ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളാണോ ഈ പിടിയിലായ പ്രതി? ടോം, ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. ഈ സനൽ വീടിനടുത്തുള്ള ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉത്സവപ്പറമ്പിൽ പോയപ്പോഴാണ് മറ്റു രണ്ട് സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത്. അതിലൊന്ന് അശോകനാണ്. മൂന്ന് പേരും ചേർന്ന് ഓട്ടോ പിടിച്ചാണ് ഈ ജെട്ടിക്ക് സമീപം, അതായത് പെരിക്കാട് ജെട്ടിക്ക് സമീപമുള്ള കായലിന്റെ അവിടേക്ക് വന്നത്. ഇവർ മൂന്നുപേരും അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതിനിടയിലാണ് ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു. മൂന്നുപേരും മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ വാക്കുതർക്കത്തിനൊടുവിലാണ് സനലും ബാക്കി രണ്ടുപേരുമായി അടിപിടി ഉണ്ടാകുന്നു. ഈ അടിക്കൊടുവിലാണ് സനല് മരിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ ബഹളം കേട്ട് തൊട്ടടുത്തുള്ള വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങി വന്നെങ്കിലും അവിടെ വലിയ രീതിയിൽ തർക്കം നടക്കുന്നു. അല്ലെങ്കിൽ ഇവർ മദ്യലഹരിയിലാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് ഇവർ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അവർ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു. ഉടനെ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴേക്കും സനലിന്റെ മൃതദേഹം കായലിൽ കിടന്നാണ് കിട്ടിയത്. പിന്നീട് മരിച്ചു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അശോകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അശോകനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ എന്നുള്ള പോലീസ് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇവർക്കൊപ്പം മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അയാൾക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഈ സമയത്ത് ഈ സംഭവം നടന്നതിന് ശേഷം ഒരാൾ രക്ഷപ്പെട്ടിരുന്നു. അശോകനെ തൊട്ടടുത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ്. സുഹൃത്തുക്കളാണ് ഇവർ മൂന്നുപേരും. മദ്യലഹരിയിലാണ് ഇവർക്കിടയിൽ ഒരു തർക്കമുണ്ടാകുന്നത്. സൂചിപ്പിച്ചതുപോലെ ഈ സുഹൃത്തുക്കൾ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോൾ ചെറിയ വാക്കുതർക്കം പോലും കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഈ സമയത്ത്, ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇവർക്കൊപ്പം കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ, അതോ ഈ മൂന്ന് പേർ മാത്രം അവർ തനിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നോ? ഇവർ മൂന്നുപേരും മാത്രമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അശോകനും അങ്ങനെ തന്നെയാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഉത്സവ പറമ്പിലായിരുന്നു ആദ്യം ഇരുവരും. അതിനുശേഷം സനലിനെ കണ്ടുമുട്ടി അതിനുശേഷമാണ് ഇവർ ഈ അടുത്തുള്ള കായലിന്റെ അവിടേക്ക് വന്ന് മദ്യപിക്കുന്നത്. മദ്യപാനത്തിനിടയിലാണ് ഇത്തരത്തിലൊരു വാക്കുതർക്കം ഉണ്ടായത്. എന്താണ് ഇവർക്കിടയിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അടിപിടി കൊലപാതകത്തിലേക്കൊക്കെ കലാശിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പ്രശ്നമാണ് ഇവർക്കിടയിൽ ഉണ്ടായതെന്ന് വ്യക്തമായിട്ടില്ല. അത് അന്വേഷണ സംഘം വിശദമായി ചോദിച്ചു വരുന്നതേ ഉള്ളൂ അശോകനെ. ആദ്യം ഈ ചോദ്യം ചെയ്യലാണ്. ഇവർ തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഇവർ മൂന്നുപേരും സുഹൃത്തുക്കളാണ് എന്ന വിവരം കൂടി അന്വേഷണ സംഘത്തിനോട് അശോകൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചത്. ഒപ്പം ഈ ഒരു അടിപിടിക്കിടയിലാണ് സനൽ മരിക്കുന്നതും. പിന്നീട് ഇവർ കായലിലേക്ക് സനൽ ഈ ബോധം കെട്ട് കായലിലേക്ക് വീഴുകയായിരുന്നു. അതിനുശേഷം ഇരുവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് സനലിനെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതും. അവിടെ ഒരു ബഹളം കേൾക്കുന്നത് കണ്ട അയൽവാസികൾ ഉടനെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് പരിശോധിച്ചപ്പോഴേക്കും സനല് മരിച്ച നിലയിലാണ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.